മതേതരത്വം എന്നുള്ള ഒരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് പൊതുവെ നിരീശ്വരവാദികളൊക്കെ കരുതുന്നത് മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലാതാവുന്ന ഒരവസ്ഥയാണെന്നും മതമില്ലാതായിക്കഴിഞ്ഞാൽ വളരെ സുന്ദരമായ ഒരു രാജ്യമായി മാറുമെന്നും സങ്കല്പിക്കുന്നവരുണ്ട്. നമുക്കത് മാറ്റി നിർത്തിയാൽ തന്നെ മതേതരത്വം എന്നുള്ളൊരു കൺസെപ്റ്റ് മതമില്ലായ്കയാണോ അതോ എല്ലാ മതങ്ങളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണോ? എങ്ങനെയാണ് മൈത്രേയൻ അതിനെ കാണുന്നത്? ഈ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ 1947 സ്വാതന്ത്ര്യം കിട്ടി, 50 നമ്മൾ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അവിടെ ഉള്ള ആളുകളെല്ലാം പൗരന്മാരായി എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു സമീപന രീതി എടുക്കുകയാണെങ്കിൽ പൗരത്വം എന്താണെന്ന് അറിഞ്ഞുകൂടാതെ, ഇന്ത്യ ഉണ്ടായെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആദിവാസികൾ സഹിതം ഉള്ള ആൾക്കാരെയെല്ലാം ഒരുപോലെ കണ്ട് കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നിടത്തെത്തും. അത് ഒരു നീണ്ട പ്രക്രിയയാണ് ഈ പൗരത്വ ബോധം രൂപപ്പെടുക എന്ന് പറയുന്നത്. ആ സമയത്ത് അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന ചോദ്യം മുന്നേ വരും. ആദിവാസികളായിരിക്കുന്നവർ ഇന്ത്യ തന്നെ ഉണ്ടായി എന്ന് അറിഞ്ഞുകൂടാത്തവരാ. അതേപോലെ തന്നെ ഒരു പ്രദേശം, ഒരു നഗരത്തിന്റെ മേഖലയിലുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസപരമായിട്ടോ അവർക്ക് ലോകത്തിനെ പറ്റിയുള്ള ധാരണകളോ ഒന്നും തന്നെ ഗ്രാമപ്രദേശത്തുള്ളവർക്ക് ഉണ്ടാകത്തില്ല. അത് ഒരു നമ്മൾ ഭാഷാ സംസ്ഥാനം എന്ന് പറയുന്നതിനകത്ത് പോലും എടുക്കുമ്പോൾ എത്ര തരത്തിലുള്ള വ്യത്യസ്തതകളോടെ നിൽക്കുന്ന ജനതയാണ് നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അതൊരു ലോങ് ടൈം വർക്കാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം. അത് ഒരു വീട്ടിനകത്ത് അമ്മയും അച്ഛനെയും മക്കളായിരിക്കുന്നവര്, അവരുടെ കൊച്ചുമക്കളായിരിക്കുന്നവര്, ഈ 3 തലമുറയെയും ഒരു വീട്ടിനകത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അമ്മയും അച്ഛന്മാരും അപ്പൂപ്പനും അമ്മൂമ്മയായിട്ടിരിക്കുന്നവര്, അല്ലെങ്കിൽ ഈ വീടിനകത്തിരിക്കുന്നവരുടെ അച്ഛനും അമ്മയായിട്ടിരിക്കുന്നവർ, അവര് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി ജീവിച്ച് അതിന്റെ ചിട്ടവട്ടത്തിൽ കഴിയുന്നവരാണ്. ആ കഴിയുന്ന ആൾക്കാരെ ഒരു ദിവസം കൊണ്ട് പൗരബോധത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെറുതെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള യുക്തിവാദികളായിരിക്കുന്നവരുടെ വീട്ടിനകത്ത് അവരുടെ അമ്മയും അച്ഛനെയും അവർ ഈ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും കാണാൻ പറ്റും, പറ്റത്തില്ല എന്ന് കാണാൻ പറ്റും. രൂപപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ് അവര്. 1950 ഭരണഘടന അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ദിവസം കൊണ്ട് എല്ലാവരും പൗരബോധമുള്ളവരായി മാറി എന്ന് വിചാരിച്ചുകൊണ്ട് സമീപിച്ചാൽ എങ്ങനെയാണോ അത് തെറ്റായി മാറുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ഇത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഭരണപരമായി നമ്മൾ നിയമം ഉണ്ടാക്കുമ്പോഴും അതിന്റെ വാഹകർ, കാരിയേഴ്സായി മാറാനായിട്ട് അവർക്ക് ട്രെയിനിങ് ആവശ്യമാണ്. അവർക്ക് പുതിയ ലോകവീക്ഷണം ഉണ്ടാകേണ്ടതുണ്ട്. ഇത് തന്നെയും ഓൾറെഡി രൂപപ്പെട്ട ആൾക്കാർക്ക്, ഇപ്പൊ നമ്മൾ അക്ഷരം പഠിച്ച് വന്നിട്ടില്ലാത്ത ആൾക്കാരെ സാക്ഷരതായത്നം കൊടുത്തിട്ട് അവരെ വലിയ സാഹിത്യകാരന്മാരാക്കി മാറ്റാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ കഷ്ടിച്ച് ബസിന്റെ ബോർഡും ഒക്കെ വായിക്കുന്നവരാക്കി മാറ്റാൻ പറ്റും. അവരുടെ മുന്നേ വരുന്നിരിക്കുന്നതിന് അപ്പുറത്തോട്ട് അത് എത്തിക്കാനൊക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് കാണണം. അതിപ്പോ അതുപോലെ അറിയേണ്ട ഒരു സ്ഥലമുണ്ട്. അതേപോലെ തന്നെ അവര് വളർത്തിയ മക്കളായിരിക്കുന്ന മധ്യവയസ്കർ എന്ന് പറയുന്ന ആൾക്കാര് ഈ 2 വശവും ഉള്ളവരായിരിക്കും. അവര് സ്കൂളിൽ പോയി കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുണ്ടാവും. പക്ഷെ വീട്ടിൽ അമ്മയും അച്ഛനും വളർത്തിയിരിക്കുന്നത് ഏതെങ്കിലും ജാതിക്കകത്തോ മതത്തിനകത്തോ അയലത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വീട്ടിൽ വളർന്നവർ തന്നെയായിരിക്കും ഈ മധ്യവയസ്കരായിരിക്കുന്നവർ. അവരാണ് കുറച്ചെങ്കിലും ശാസ്ത്രമൊക്കെ മനസ്സിലാക്കി പുതിയ രീതിയിലാണ് നമ്മൾ ഈ വിഷയങ്ങൾ കാണേണ്ടതെന്നും പക്ഷെ ഞാൻ വളർത്തിയിരിക്കുന്നത് അങ്ങനെ അല്ല എന്നറിയുന്നവരായിട്ടിരിക്കുന്നത്. അപ്പോ അവരുടെ മക്കളായിരിക്കുന്നവരാണ് ശരിക്കും ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3ാമത്തെ തലമുറയായിരിക്കും അല്പമെങ്കിലും ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബോധമൊക്കെ രൂപപ്പെട്ട് നമ്മളൊരു പൗരബോധമുള്ള മനുഷ്യരായി മാറുക എന്ന് പറയുന്നത് തന്നെ 3ാമത്തെ തലമുറയോ ആ 3ാമത്തെ തലമുറ വളർന്ന് അവരുടെ മക്കളെ വളർത്താൻ ശ്രമിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞ പൗരബോധമുള്ള മനുഷ്യരായിട്ട് മാറുകയുള്ളൂ. പക്ഷെ ഇത് മാറുകയുള്ളൂ എന്ന് ഞാനിത് പറയുമ്പോൾ
ഈ പ്രോസസ്സിന് സഹായകരമായ രീതിയിൽ വിദ്യാഭ്യാസം മാറിയിരിക്കണം. അപ്പൊ ഇത് അങ്ങനെ മാറാത്ത ക്ലാസ് റൂംസ് ഒക്കെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഈ പ്രോസസ്സ് അത്ര എളുപ്പത്തിൽ തീരത്തില്ല. ഇത് ഈ പൗരബോധ നിർമ്മാണം എന്ന് പറയുന്നതും സംവരണം എന്ന് പറയുന്ന ഇഷ്യൂ വളരെ സമാനമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആളുകളെ എക്വിപ്പ് ചെയ്ത് സ്വയം നിർണയിക്കാനും സ്വയം ജീവിക്കാനും കഴിയുന്നവരായി മാറ്റുന്നത് വരെ സംവരണം ആവശ്യമാണ് എന്ന് നമ്മൾ കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഇതേപോലെ തിരിച്ചറിയേണ്ട സ്ഥലമാണ്. അപ്പൊ ഈ പൗരബോധ നിർമ്മാണത്തിന് ക്ലാസ് റൂമിനകത്ത് പൗരരായി സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യരെ വാർത്തെടുക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് സത്യത്തിൽ ഇയാൾ ചോദിക്കുന്ന ചോദ്യം. അവിടെയാണ് നമ്മളെല്ലാവരും തുല്യരാണ്, നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ്. പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക അവബോധങ്ങളിനകത്ത്, വ്യത്യസ്തമായ ജാതി മതബോധങ്ങളിനകത്ത്, വ്യത്യസ്തമായ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക നിലപാടുകളിനകത്ത് ഘടനാപരമായിട്ടൊക്കെ തന്നെ നമ്മൾ വ്യത്യസ്തരായിട്ടാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കേണ്ടത്. ആ വ്യത്യസ്തമായി ഇരിക്കുന്ന സമയത്ത് നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണെന്ന് പറയുന്ന ഒരൊറ്റ ഘടകമേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മതപരമായോ ജാതിപരമായിട്ടോ ഒക്കെയുള്ള വിവേചനങ്ങളെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്തും ആളുകള് അത്തരത്തിലുള്ള വീടുകളിൽ വളർന്ന് വിവേചനപരമായ ബോധങ്ങൾ രൂപപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്തമായ ഈ മതബോധങ്ങൾ, ആ മതബോധങ്ങളുള്ള മനുഷ്യരെ എല്ലാവരെയും തുല്യരായി കാണുക എന്ന് പറയുന്ന ഒരൊറ്റ പ്രോസസ്സ് മാത്രമേ ആദ്യം നടക്കൂ. അപ്പോഴാണ് ഭരണഘടനാപരമായും നമ്മൾ മതേതരരാണ്, പക്ഷെ എല്ലാ മതവിശ്വാസങ്ങളെയും തുല്യമായി കാണുന്നു എന്ന് പറയുന്ന പോയിന്റ് വരും. എന്നിട്ട് പലതരത്തിലെ വിശ്വാസങ്ങളുമായിട്ട് മനുഷ്യർ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന മനുഷ്യരെ ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ള നമ്മുടെ തിരിച്ചറിവ് കൊണ്ടാണ് നിങ്ങൾ ഏത് മതവിശ്വാസത്തിൽ കഴിഞ്ഞാലും പൗരരുള്ള എന്ന നിലയിൽ നിങ്ങൾ തുല്യരാണ് എന്ന് പറയും. അതുകൊണ്ടും കൂടെയാണ് മതവിശ്വാസങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ സ്വകാര്യമായി പ്രാക്ടീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. പ്രൈവറ്റാണ്. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ സ്വകാര്യതയിൽ സൂക്ഷിക്കേണ്ടതാണ്. അത് പരസ്യമായിട്ടുള്ള ബലാബലങ്ങൾക്കോ ഉച്ചനീചത്വങ്ങൾക്കോ ഉപയോഗിക്കരുത് എന്ന് പറയുന്നിടത്തെത്തുന്നു. ഭരണഘടനാപരമായിട്ട് നമ്മൾ തുല്യരാണ്, പക്ഷെ വ്യത്യാസങ്ങൾ നിലനിൽക്കെ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ പൗരരെന്നുള്ള നിലവാരത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുമ്പോഴും നമ്മൾ പൗരരെന്നുള്ള നിലവാരത്തിൽ ഒരുപോലെയാണ് എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കുട്ടിക്കാലത്ത് തൊട്ട് ആളുകളെ രൂപപ്പെടുത്തിയിരുന്ന ജാതി മതബോധങ്ങളിൽ വളർത്തിയിരുന്ന കുട്ടികളെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്ന് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെ പൗരബോധമുള്ളവരാക്കി മാറ്റുമ്പോൾ ഈ പറയുന്ന പഴയകാല വിവേചനങ്ങൾക്ക് വേണ്ടി വഴിതെളിക്കുന്ന വിവേചനങ്ങൾക്ക് അടിത്തറയായി തീരുന്ന മതബോധങ്ങൾക്കോ ജാതിബോധങ്ങൾക്കോ ബലം കുറഞ്ഞ് അവര് പൗരബോധ നിർമ്മാണത്തിനകത്തൂടെ ഒരു രാജ്യത്തിലെ പൗരനായി മാറും കാലമെടുക്കുന്ന ഒരു പ്രക്രിയയായിട്ട് അതിനെ കാണുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് വരെ ആരും പൗരരാകാനും ഒക്കത്തില്ല. വിവേചനങ്ങൾ മറ്റുള്ളവരെക്കാളും ഞങ്ങൾ മെച്ചപ്പെട്ടവരാണെന്നോ അല്ലെങ്കിൽ താഴെയാണെന്നോ മേലെയാണെന്നോ വിചാരിക്കുന്ന വിചാരങ്ങളൊക്കെ എടുത്തു കളയാനായിട്ട് വിചാരിച്ച കഴിയാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് അത് പ്രൈവറ്റ് ആയിട്ട് നിലനിർത്തണം, സ്വകാര്യതയിൽ നിലനിർത്തണം എന്ന് ആവശ്യപ്പെടുന്നു. ഈ ഒരു പ്രോസസ്സിനകത്ത് കഴിഞ്ഞ ഒരു 40 ഇപ്പൊ 75 വർഷമായി. നമ്മൾ 75 വർഷമായിട്ട് നാലാമത്തെ തലമുറ, 20 വർഷമാണ് ഒരു തലമുറ എന്ന് നമ്മൾ സാധാരണഗതി പറയാറുള്ളത്. അങ്ങനെ എടുക്കുമ്പോൾ 80 വർഷമാകുമ്പോൾ 4 തലമുറ കടക്കുമ്പോൾ 4ാം തലമുറ എത്തുമ്പോഴത്തേന് പൗരബോധ നിർമ്മാണമുള്ള ആൾക്കാരായി മാറിയിരിക്കണം എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഇരിക്കുന്നു. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഗോത്രബോധത്തോടെ നിന്നവരോ ആ ഗോത്രത്തിനകത്തു നിന്ന് മാറി തട്ട് സമൂഹത്തിന്റെ യുക്തിക്കകത്ത് ജാതിബോധത്തിൽ നിൽക്കുകയോ
ആ ജാതികളെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു മതബോധ നിർമ്മാണം ഒരു രാജാവ് ചെയ്തിരുന്ന സാധനവും ഈ 3 തരത്തിലുള്ള ബോധങ്ങളെ മാറ്റി ഒരു രാജ്യത്തിലെ പൗരരായി മാറുക എന്ന് പറയുന്ന 4ാമത്തെ ഘട്ടത്തിനകത്തേക്ക് മനുഷ്യർ എത്തിച്ചേരാനായിട്ട് എടുക്കുന്ന കാലയളവിന് നമ്മൾ ഈ ക്ലാസ് റൂമിനകത്ത് ഈ പറയുന്ന ഭരണഘടനാപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പൗരബോധ നിർമ്മാണം നടത്തി ക്ലാസ് റൂമിനകത്തുനിന്ന് വീടുകളിലേക്ക് കുട്ടികളെ അയക്കുന്നത്. അതുവരെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടികളായിരുന്നു ഉണ്ടാകുന്നത്. സ്കൂളിൽ നിന്ന് പുത്തൻ ബോധം നേടി വീടുകളിൽ പോയി വീടും ട്രാൻസ്ഫോം ചെയ്ത് ഒരു 4 തലമുറ കൊണ്ട് പൗരരായി മാറുന്ന സമയത്ത് നമ്മൾ ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമല്ല. പക്ഷെ അത് നടന്നിരിക്കണം. അതാണ് നമ്മൾ പരാജയപ്പെട്ട സ്ഥലം. അത് പരാജയപ്പെട്ടത്. അതുകൊണ്ട് മതങ്ങളെ എല്ലാം വ്യത്യസ്തതകൾ നിലനിൽക്കുന്ന, ഭാഷാപരമായ വ്യത്യസ്തതകൾ നിലനിൽക്കുന്ന, ധനപരമായ വ്യത്യസ്തതകൾ നിലനിൽക്കുന്ന, മതബോധം കൊണ്ടോ ജാതിബോധം കൊണ്ടോ വ്യത്യസ്തതകൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിനകത്തെ വ്യത്യാസങ്ങളെ ഒരു കോർമ്പലയിൽ കോർത്ത് പൗരബോധം, ഇന്ത്യക്കാരൻ എന്നുള്ള നിലവാരത്തിലുള്ള ഒരു പൗരബോധം നമ്മൾ നിർമ്മിക്കുന്നത് വഴിയാണ് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത്. ആ റീപ്ലേസ് ചെയ്യുന്ന പ്രക്രിയയിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഈ ക്ലാസ് റൂമിനകത്ത് ഇതുവരെയും നമുക്ക് പൗരബോധ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഭരണഘടനാപരമായ പഠനമോ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങോ ക്ലാസ് റൂമിൽ കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടതാണ് ഇപ്പൊ ഇയാൾ ഈ ചോദ്യം ചോദിക്കാൻ കാരണമായി മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ 4ാം തലമുറയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ നാടിനകത്ത് പൗരബോധമുള്ള മനുഷ്യര് മാത്രമേ സത്യത്തെ കാണത്തുള്ളൂ. അവർ ഏത് ജാതിയിൽ വിചാരിക്കുന്നു, ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ചർച്ച നമുക്ക് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. എന്ന് സ്വാഭാവികമായിട്ട് തന്നെ പകരമുള്ള പൗരബോധം എന്ന് പറയുന്ന ഒരു രാജ്യത്തിലെ പൗരനാണെന്നുള്ള ബോധം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മലയാള ഭാഷ സംസാരിക്കുന്ന ആളായിരിക്കാം, തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളായിരിക്കാം, ഞാൻ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിനകത്ത് ജനിച്ചതായിരിക്കാം, ഏതെങ്കിലും ഒരു ജാതി വിഭാഗമാണെന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കാം. ഇതൊന്നുമല്ല പ്രസക്തമായിരിക്കുന്നത് പൗരബോധമാണെന്നും അവിടെയാണ് എൻ്റെ പുതിയ ഐഡന്റിറ്റി, സ്വത്വബോധം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിലെ പൗരനാണെന്നുള്ള ബോധം ഉണ്ടാകുന്നത് കൊണ്ട് സ്വാഭാവികമായി വിവേചനങ്ങൾ നിറഞ്ഞിരുന്ന പഴയകാല ജാതി മതബോധങ്ങളിൽ നിന്ന്, ഭാഷാപരമായ ബോധങ്ങളിൽ നിന്ന്, പ്രാദേശിക വികാരങ്ങളിൽ നിന്ന് മാറി ഒരു രാജ്യത്തിലെ പൗരനായി മാറുക എന്ന് പറഞ്ഞ പ്രക്രിയയിൽ എത്തിച്ചേർന്നവരായിരിക്കും 4ാം തലമുറ. ഇത് സംഭവിച്ചിട്ടില്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യം നിൽക്കുന്നത്. കാരണം ക്ലാസ് റൂമിൽ ഇതുവരെയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പൗരബോധ നിർമ്മാണത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇതുകൊണ്ടാണ് ഇന്നും തനിക്ക് ആദ്യകാലത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി ഒരു രാജ്യത്തെ പൗരരാണ് നമ്മളെന്ന് ഡിക്ലെയർ ചെയ്യുമ്പോഴും അന്ന് ചെയ്തിരിക്കുന്നിടത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെതായ രാഷ്ട്രീയത്തിനകത്ത്, വ്യത്യസ്തതകൾ നിലഞ്ഞു നിന്നിരുന്ന സമൂഹത്തിനകത്ത് ഒരു കോർബലെ കോർത്ത് നിൽക്കുന്ന പോലെ ഒരു വിഭാഗത്തിനെ ഏതെങ്കിലും ഒരു പഴയകാല ഐഡന്റിറ്റി, ജാതി കൊണ്ടോ മതം കൊണ്ടോ പ്രാദേശിക ബോധം കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന ഐഡന്റിറ്റികളിലെ കോർത്തിണക്കി നിർത്തി അതിനെ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നിന്ന് മോചിപ്പിച്ച് പൗരരാക്കി മാറ്റാതിരുന്നപ്പോൾ ഇലക്ഷന് ജയിക്കാനായിട്ട് ഈ ജാതി മതബോധങ്ങളോ പ്രാദേശിക വികാരങ്ങളോ ഭാഷാപരമായിട്ടുള്ള വികാരങ്ങളോ ഉപയോഗിച്ച് ആൾക്കാരെ ഇണക്കി ഒന്നിച്ച് ചേർത്ത് നിർത്തി ഇലക്ഷന് വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ പറ്റുമെന്ന് കണ്ടെത്തിയ പുത്തൻ രാഷ്ട്രീയ ബോധമുള്ള പാർട്ടികളും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പുതിയതായിട്ട് മറ്റേത് അങ്ങനെയല്ലായിരുന്നു. തുടങ്ങുന്ന സമയത്ത് നമ്മൾ പൗരരാണ്, ഇന്ത്യൻ പൗരന്മാരായി മാറാനുള്ള പ്രക്രിയയിലാണെന്ന് വിചാരിക്കുന്നതാണ്. ഇലക്ഷന് ജയിക്കാൻ എളുപ്പവിദ്യ ജാതിയിൽ സംഘടിച്ച് നിൽക്കുന്നവരോ മതത്തിൽ സംഘടിച്ച് നിൽക്കുന്നവരോ ഭാഷാപരമായി സംഘടിച്ച് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഒരു പ്രാദേശിക ബോധത്തോടെ നമ്മൾ മലയാളികളാണ് എന്നൊക്കെയുള്ള നിലവാരത്തിലുള്ള ബോധത്തിൽ നിൽക്കുന്നവരെ അങ്ങനെ തന്നെ നിലനിർത്തി ഉപയോഗിക്കാൻ പറ്റുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കണ്ടെത്തിയതാണ് പുത്തൻ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ അപജയം. ഈ 2 പ്രോസസ്സുകൾ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് മനുഷ്യര് വ്യത്യസ്തരായിട്ട് നിലനിന്നിരുന്നതാണ്.
ഏതെങ്കിലും ജാതിക്കകത്ത്, മതബോധത്തിനകത്ത്, പ്രാദേശിക ബോധത്തിനകത്ത്, ഭാഷാബോധത്തിനകത്ത് നിന്നിരുന്നവരാണ് നമ്മൾ ഇന്ത്യൻ പൗരരാണെന്നുള്ള പഠനം ക്ലാസ് റൂമിൽ നടത്തി ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രക്രിയ നടക്കാതിരുന്നത് കൊണ്ടാണ് ഈ ചോദ്യം വീണ്ടും താൻ ചോദിക്കാൻ എൻ്റെ അടുത്ത് ഇപ്പൊ ചോദിക്കാൻ ബാധ്യത വന്നിരിക്കുന്നത്. അത് 4ാം തലമുറയിൽ എത്തിയിട്ടും ചോദിക്കാൻ ബാധ്യത വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ എല്ലാവരും തുല്യരായി കാണുന്നത് പോരെ, അവരുടെ വിശ്വാസങ്ങൾ അങ്ങനെ നിലനിർത്തട്ടെ എന്ന് ചോദിച്ചാൽ, ആ വിശ്വാസങ്ങൾക്കകത്ത് നമ്മളെ വിഭജിക്കാനുള്ള കഴിവും കൂടെ നിലനിൽപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവിടെയാണ് പൗരബോധ നിർമ്മാണം എന്ന് പറയുന്നത്. ഇതിന് പകരം വരുന്നത് വഴി മാത്രമാണ് ഈ വിവേചനങ്ങൾ നിറഞ്ഞ പഴയകാല ഐഡന്റിറ്റികളിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ എത്ര തുല്യതയെ പറ്റി പറഞ്ഞാലും ശരി, അതിന്റെ ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു മതബോധത്തിന്റെയോ ജാതിബോധത്തിന്റെ ആന്തരികമായിട്ടുള്ള കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലാണ്, മറ്റുള്ളവരെ പോലെ അല്ല, നമ്മൾ മറ്റുള്ളവരുടെ മുകളിലാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഏരിയ അതിന് നിൽപ്പുണ്ടെന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ജാതിയും മതവും നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പഠിച്ചോട്ടെ എന്ന് ആദ്യകാലത്ത് പറയുന്ന ഉത്തരം ഒരു 4ാം തലമുറയിൽ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ കണിശമായിട്ടും വിവേചനങ്ങൾ മൂർച്ഛിക്കുകയല്ലാതെ, കാര്യമുണ്ട് അധികാരത്തിലേറുന്നതായിട്ടും സാമ്പത്തികമായ ഉന്നമനത്തിന് ഈ വിവേചനങ്ങളെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന പുത്തൻ ആൾക്കാരായിട്ട് മാത്രമേ മാറൂ. ഇതുകൊണ്ടാണ് നമ്മുടെ കോടതിക്കകത്തും ഒക്കെ ഈ ജാതീയമായ വിവേചനങ്ങളോടെ നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. ഈ ആന്തരികമായിട്ട് പൗരബോധ നിർമ്മാണം നടക്കാതിരിക്കുന്ന ക്ലാസ് റൂമുകളാണ് ഉള്ളത്. ഇതുകൊണ്ടാണ് പഴയ കാലം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് എല്ലാത്തിനെയും നമ്മൾ തുല്യമായി കാണണമെന്ന് പറയുന്ന ഒരൊറ്റ യുക്തിയാണ്. മറ്റത് പൗരന്മാർ തുല്യരാണ്, നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്ന് പഠിപ്പിച്ചാൽ മതി. ഇതങ്ങനല്ല. എല്ലാ ജാതികളും എല്ലാ മതങ്ങളും എല്ലാ ഭാഷകളും തുല്യമാണെന്ന് പറയുന്ന നിലവാരത്തിൽ വീണ്ടും തുടരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആന്തരികമായ രൂപമാറ്റം വന്ന് ഒരു രാജ്യത്തിന്റെ പൗരനായി മാറുക എന്ന് പറയുന്ന പ്രക്രിയ നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇത് ചോദിക്കാൻ ബാധ്യത വരുന്നത്. അപ്പൊ മതേതരം എന്ന് പറയുമ്പോൾ എല്ലാവരെയും പൗരരാക്കി മാറ്റുന്ന പ്രക്രിയയുടെ കാലഘട്ടത്തിനകത്ത്, തുടക്കത്തിനകത്ത് നമ്മൾ എല്ലാത്തിനെയും തുല്യമായി എല്ലാ വ്യത്യസ്തതകളുമായി നിൽക്കുന്ന, ഭാഷ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ ജാതി മത വിശ്വാസങ്ങൾ കൊണ്ടോ നിന്നിരുന്ന ആൾക്കാരെ തുല്യമായി കാണണം എന്ന് പറയുന്ന അതേ സ്പിരിറ്റിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ കണിശമായി ആ ആന്തരിക പ്രക്രിയ ഇതുവരെ നടന്നിട്ടില്ല എന്ന് മാത്രമാണ് ആ ചോദ്യത്തിന് ഉത്തരം. അപ്പൊ ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ള ചോദ്യം 4 തലമുറയായിട്ട് നമുക്ക് പൗരന്മാരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ, എന്നാൽ പകരമുണ്ടാക്കാതെ ഇരിക്കുകയാണെങ്കിൽ എന്നും മതവിശ്വാസത്തിന്, അപ്പൊ മതവിശ്വാസത്തിന്റെ പ്രശ്നം എന്താണ്? ജാതി വിശ്വാസത്തിന്റെ പ്രശ്നം എന്താണ്? നമ്മൾ സ്പെഷ്യലാണ് എന്ന് അത് പഠിപ്പിക്കുമോ എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ സ്പെഷ്യലാണ്, നമ്മുടെ വിശ്വാസ പ്രമാണം വളരെ മികച്ചതാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മൾ ഈ പൗരബോധ നിർമ്മാണം അകത്ത് നടക്കാതിരുന്നാൽ ഈ പറയുന്ന ചോദ്യം അപ്പൊ എന്നും നമ്മൾ തുടങ്ങിയെടുത്ത് നിൽക്കും എന്നുള്ളതാണ് വരുന്നത്. അപ്പം ആദ്യകാലത്ത് എടുക്കുന്ന സമീപനം തന്നെ ഇന്നും തുടരുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതും മാത്രമല്ല, നമ്മൾ പൗരബോധം ഉണ്ടാകാനായിട്ട് അത് തടസ്സമായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ കോൺട്രഡിക്ഷനിൽ പെടും, സംശയമേ വേണ്ട. അങ്ങനെ വന്ന് വരുമ്പോൾ എവിടെയാണോ നമ്മൾ തുടങ്ങി ഇന്ത്യൻ പൗരൻ എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യൻ പൗരനെ വീണ്ടും കാണിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പഞ്ചാബികളെ, ബംഗാളികളെ, തമിഴരെയും കർണാടകത്തുകാരെയൊക്കെ തന്നെ കാണാൻ ഒക്കുന്നുള്ളൂ. അതിനകത്ത് അവാന്തര വിഭാഗങ്ങളായി ഈ മതവിശ്വാസങ്ങളും ജാതിബോധങ്ങളും നിൽക്കും. ഈ ട്രാൻസിഷന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മറന്നുപോയിട്ട് ചോദിച്ചാൽ തുല്യരായി എല്ലാത്തിനെയും കാണണം എന്ന് പറയുന്ന ഉത്തരമേ വീണ്ടും പറയാറുള്ളൂ. അത് സംവരണത്തിനും ഇതേ പ്രശ്നം വരും. കുറെ നാൾ കഴിയുമ്പോൾ ആളുകള് മറ്റു സാമൂഹികമായ സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾക്ക് ഇല്ലാത്ത ഒരു സമൂഹ നിർമ്മാണത്തിന് ഇടം നൽകുന്ന നിലവാരത്തിൽ ഈ സംവരണത്തിന്റെ ആവശ്യമില്ലാതാക്കി കളയുന്നു എന്ന് വരുന്നത്, ആളുകൾ പരസ്പരം പെരുമാറുന്നത് പൗരബോധത്തോടെ ആണ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായി കൊഴിഞ്ഞു പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സംവരണം പോലെ തന്നെയുള്ള സമീപന രീതിയാണ് ഈ മതേതര യുക്തിക്കകത്ത് വരേണ്ടത്. ആ പ്രക്രിയ നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തുടങ്ങിയെടുത്ത് നിൽക്കും, വട്ടം ചുറ്റി നിൽക്കും.
അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിനകത്ത് ഇപ്പോഴും വോട്ട് ബാങ്ക് ആയിട്ട് ആൾക്കാരെ നിലനിർത്തുന്നതിനകത്തും പഴയ മതവിശ്വാസികളായിട്ട് മതബോധം നിർമ്മിച്ചുകൊണ്ടിരുന്ന മദ്രസകളും മതപാഠശാലകളും സെമിനാരികളും അതിനകത്ത് തുടരുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസങ്ങളെല്ലാം നമ്മൾ സ്പെഷ്യലാണ്, മറ്റുള്ളവരെ പോലെ അല്ല എന്ന്. ഈ ബോധം സ്വാഭാവിക മനുഷ്യബോധമല്ലേ? എപ്പോഴും മനുഷ്യർ വിചാരിക്കുന്നത് തൻ്റെ ഗോത്രം എപ്പോഴും മികച്ചതാണെന്ന്. ആ ഒരു തരത്തിൽ വരുമ്പോൾ മതം വിട്ടവനും ചിന്തിക്കുന്ന ഇതേ ഗോത്രബോധത്തിൽ തന്നെയല്ലേ? അവനും വിചാരിക്കുന്നത് ഞാൻ മാത്രമാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്ന ഒരു സാധനം കടന്നു വരില്ലേ? ഇതിനെ മറികടക്കാൻ ഈ പൗരബോധത്തിനെ എങ്ങനെ? അതിനാണ് ഭരണഘടനാപരമായ വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നത്. അത് നടത്താതെ ഇയാൾക്ക് താനേ മാറണമെന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറത്തില്ലടൂ. 2000 വർഷമായിട്ട് നമ്മള് ചോസൺ ഫ്യൂ, ദൈവത്തിന്റെ സ്പെഷ്യലായ മക്കളാണെന്ന് പഠിപ്പിക്കുന്നതാണ് പഴയ മതബോധത്തിന്റെയും ജാതിബോധത്തിന്റെയും കാതല്. അതിനെ ചലഞ്ച് ചെയ്ത് ഒരു പൗരനിർമ്മാണം, അത് നമ്മൾ പഠിച്ചു മാറുന്നതാണ്, പഠിക്കാതെ മാറത്തില്ല. നമ്മൾ റോഡ് നീളെ മലമൂത്ര വിസർജനം ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒത്തിരി പേര് ഒന്നിച്ച് ജീവിക്കുന്നിടത്ത് അങ്ങനെ ചെയ്തുകൂടാ എന്ന് പഠിച്ചു മാറിയേ പറ്റൂ. അതിനെയാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചു മാറ്റി പരിശീലനം കൊണ്ട് മാറുന്ന ഒന്നാണ്, അല്ലാതെ വരത്തില്ല, താനേ വരില്ല. മൈത്രേയൻ പറഞ്ഞതിൽ അതിൽ വലിയൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ഇത്തരം ഭരണഘടനാ തുല്യതാ ബോധത്തിലൂടെ അല്ലാതെ യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും ഇതേ ഗോത്രബോധത്തിൽ തന്നെ നിലനിൽക്കും എന്നുള്ള ഒരു അത് വിവേചനം, നമ്മൾ സ്പെഷ്യൽ ആണെന്ന് ഏത് കാരണം കൊണ്ട് പറഞ്ഞാലും വിവേചനത്തിന്റെ കാതലായി അത് മാറും. അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തതകൾ എന്നാണ്, പൊക്കമുള്ളവരും പൊക്കമില്ലാത്തവരും, കറുത്തവരും വെളുത്തവരും, ആണും പെണ്ണും അല്ലാത്തവരും ഒക്കെ ഒറ്റ വോട്ടുള്ളവരായി മാറുന്നു. 18 വയസ്സാകുമ്പോൾ തുല്യരായി മാറും. അതുവരെ കുട്ടിയും വലിയവരും മാത്രമായിട്ടിരുന്ന ഡിവിഷനകത്തു നിന്ന് ആണായാലും പെണ്ണായാലും കറുത്തവരായാലും വെളുത്തവരായാലും എല്ലാവരും ഒരുപോലെ ഒരൊറ്റ വോട്ടിന് അവകാശമുള്ളവരായിട്ട് മാറുക എന്ന് പറയുന്നതും അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൗരന്മാരുടേതാണെന്നും തിരിച്ചറിയുന്ന നിലവാരത്തിൽ വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആ മാറ്റം സംഭവിക്കുകയുള്ളൂ. സിവിക് സെൻസ് താനേ വരില്ല, പഠിച്ച് പരിശീലിച്ച് തന്നെ ഉണ്ടായേ പറ്റൂ. ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ പഠിക്കേണ്ടതാണ്. ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കുന്നതാണ് ശരി എന്ന് പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സമൂഹം. വലതുവശത്താണ് നിയമമെങ്കിൽ വലതുവശത്തൂടെ ഓടിക്കുന്നത് ശരിയാണെന്ന് പഠിപ്പിച്ച്, അല്ലാതെ ഇടതുവശത്തൂടെ ഓടിക്കുന്നത് ശരിയായതുകൊണ്ടോ വലതുവശത്ത് ഓടിക്കുന്നത് ശരിയായതുകൊണ്ടും അല്ല. ഏത് സിസ്റ്റമാണ് നമ്മൾ പരിശീലിക്കുന്നതെന്നനുസരിച്ചിട്ടാണ്. അങ്ങനെ അതിന്റെ ശരി മനസ്സിലാക്കേണ്ടത്. ഏതാണ് നമ്മൾ പഠിച്ച് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്, അതിനനുസൃതമായിട്ടാണ് ആ ബോധരൂപീകരണം ഉണ്ടാകുന്നത്. ഇത് പഠിക്കാതെ പഠിപ്പിക്കാതെ പരിശീലിക്കാതെ താനേ വരുന്നതല്ല. താനേ വരുന്നത് നമ്മൾ സ്പെഷ്യലാണ്, മറ്റുള്ളവരെക്കാളും മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ്. അതിനെയാണ് നമ്മൾ ഏറ്റവും ഗോത്രബോധം എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിൽ നമ്മൾ സ്പെഷ്യലാണ് എന്ന് എല്ലാ ജീവികളും മറ്റ് ജീവികളോട് തന്നെ ഒരേ ഇനം ഒരു പ്രദേശത്തുള്ളവർക്ക് പ്രാദേശിക ബോധമായി വരുന്നത്. ഇപ്പൊ ഒരു പ്രദേശത്തെ പട്ടികൾ വേറൊരു പ്രദേശത്തുള്ള പട്ടികളെ ഉപദ്രവിക്കും. അത് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ പരിശീലനം കൊണ്ട് മാത്രം മറികടക്കുന്ന ഏരിയയാണ്, പഠിച്ചു മാറുന്നത് ഒന്നാണ്. നമ്മൾ മറ്റുള്ളവരെക്കാളും മെച്ചപ്പെട്ടവരാണെന്ന് തോന്നുക എന്ന് പറയുന്നത്, ഞാൻ ഈ പ്രദേശത്ത് എനിക്ക് കൂടുതൽ അവകാശമുണ്ടെന്ന് തോന്നുക എന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പക്ഷെ നമ്മുടെ പ്രദേശബോധം എന്ന് പറയുന്നത്, ഞാൻ ഈ വിഷയിലെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് തോന്നുന്നതും അതുപോലെ തന്നെ ഞാൻ ഈ വേൾഡിലെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് തോന്നുന്ന പോലുള്ള പ്രക്രിയകളും അത്തരം ബോധങ്ങൾ കൂടി മറികടക്കേണ്ടതുണ്ട്. മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്നുള്ള വാക്ക് ഇയാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അത് പൗരബോധമല്ല, വിവേചനത്തിന്റെ യുക്തികളാണ്. അതാണ് വിവേചനത്തിന്റെ യുക്തിയാണ്. അവിടെയാണ് നമ്മളൊരു സ്പീഷീസ് ആണെന്നും ആ സ്പീഷീസ് ആയിരിക്കുന്ന ആള് നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജനിച്ച് നാല് വഴിക്ക് പോയതാണെന്നും 4 വഴിക്ക് പോയ വഴി വ്യത്യസ്തതകൾ ആർജിച്ചതാണെന്നും തിരിച്ചറിയുന്നത് വഴിയാണ് ശാസ്ത്രീയമായ തിരിച്ചറിവുണ്ടാകുന്നത്. ഭൂമധ്യരേഖ കഴിയുന്നവർ കറുത്തിരിക്കുമെന്നും
ഭൂമധ്യ രേഖയിൽ നിന്ന് തെക്കോട്ടോ വടക്കോട്ടോ യാത്ര ചെയ്തവർ വെളുത്തിരിക്കുന്നതായിട്ട് മാറുമെന്നും എവല്യൂഷണറി ആയിട്ട് പരിണാമപരമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വ്യത്യസ്തതകൾ എങ്ങനെയാണ് ആർജിക്കുന്നതെന്നും ഒരൊറ്റ സ്പീഷീസ് ആയിരിക്കുമ്പോഴും എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നതെന്നും ഒരു വീട്ടിലുണ്ടാകുന്ന 5 പേരും 5 തരത്തിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്നും ഒക്കെ പഠിച്ച് മനസ്സിലാക്കുക വഴിയാണ് ആ യോജിപ്പ് കണ്ടെത്താനൊക്കത്തുള്ളൂ. പണ്ട് കാലത്ത് ദൈവം നമ്മളെ ഇങ്ങനെ വ്യത്യസ്തമായി സൃഷ്ടിച്ചതാണെന്ന് മാത്രം പറഞ്ഞ് ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മക്കളാണെന്ന് പറയുമ്പോഴും വ്യത്യാസങ്ങളോടെ ഉണ്ടാക്കിയത് കാരണം കൊണ്ട് നമ്മൾ വ്യത്യസ്തമായി പെരുമാറണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ല നമ്മൾ ജനിതകമായി പറയുന്നത്. വ്യത്യാസങ്ങൾ നമ്മൾ ആർജിക്കുമ്പോഴും നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ തുല്യരാണ് എന്ന് പഠിപ്പിക്കുന്ന തുല്യതാബോധം പഠിപ്പിച്ചത് വഴി മാത്രമേ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള പൗരബോധം ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മൾ ഈ പറയുന്ന വ്യത്യാസങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് വ്യത്യാസങ്ങളെ നിലനിർത്താൻ വേണ്ടി അംഗീകരിക്കുകയല്ല, വ്യത്യസ്തമായിട്ട് തന്നെ ആരംഭിച്ചു പോയത് കാരണം കൊണ്ട് അംഗീകരിക്കുക. ആ വ്യത്യാസങ്ങളെ പുത്തൻ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, പുത്തൻ മനസ്സിലാക്കലുകളുണ്ട്, പുത്തൻ ബോധരൂപീകരണം നടത്തുന്നത് വഴിയാണ് നമ്മളത് മറികടക്കുന്നത്. അത് നടക്കാത്തിടത്തോളം കാലം നമ്മളിത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് തുല്യമായ മനുഷ്യരെന്നുള്ള നിലവാരത്തിൽ നമ്മൾ തുല്യരായിരിക്കുമ്പോഴും ആ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയല്ല നമ്മളത് പറയുന്നത്. പുതിയ ഒന്നിനെ സൃഷ്ടിക്കുന്നുണ്ട് നമ്മൾ. അത് പൗരബോധമാണ്. ആ പൗരബോധത്തിനെ ഇന്ന് ഭൗമബോധമാക്കി മാറ്റേണ്ട കാലത്താണ് നമ്മളുള്ളത്. ഭൂമിയിൽ നമ്മൾ ഒരൊറ്റ സ്പീഷീസ് ആണെന്നും വ്യത്യസ്തതകൾ ആർജിച്ച് ഭാഷാപരമായിട്ടും പ്രാദേശിക ബോധങ്ങളായിട്ട് രാജ്യങ്ങളായിട്ടൊക്കെ നമ്മൾ നിൽക്കുന്നത് ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും അല്ലാതെ അത് എന്തോ സവിശേഷമായ സ്പെഷ്യാലിറ്റി, നമ്മൾ ഇന്ത്യക്കാരാണ്, അതുകൊണ്ട് നമ്മൾ പാകിസ്ഥാൻകാരെക്കാളും മെച്ചപ്പെട്ടവരാണ് എന്ന് വിചാരിക്കുന്ന വിചാരത്തിലല്ല അത് വരേണ്ടത്. ഭൗമബോധമാണ് ഇനിയും തൊട്ട് ലോകത്ത് വരേണ്ടത്. അത് കൊച്ചു പ്രാദേശിക ബോധത്തിൽ നിന്ന് കുറച്ചുകൂടെ വലിയ മതബോധത്തിനകത്ത്, മതബോധത്തിൽ നിന്ന് മോചിച്ച് ഒരു ദേശബോധത്തിനകത്ത് എത്തുകയും ദേശബോധത്തിൽ നിന്ന് മോചിച്ച് ഭൗമബോധത്തിൽ എത്തിച്ചേരേണ്ട ഒരു പ്രക്രിയയിലാണ് മനുഷ്യരുള്ളത്. അതിനകത്ത് അത് കാരണം കൊണ്ട് വ്യത്യാസങ്ങൾ നിലനിൽക്കെ നമ്മൾ തുല്യരാണ് എന്ന് പഠിപ്പിച്ച് എങ്ങനെയാണ് പുത്തൻ ബോധത്തിലേക്ക് നമ്മളെ മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഉണ്ടാകുന്ന പരാജയമാണ് ഇന്ന് ഈ ചോദ്യം ഇയാൾ വീണ്ടും ചോദിക്കാൻ പാടുന്നത്. അല്ല, ഇതിൽ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഭൗമബോധത്തെ കുറിച്ച് മാറ്റി നിർത്തിയാൽ പൗരബോധത്തെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. പൗരബോധത്തെ തന്നെ പലരും ഡെഫിനിഷൻ ചെയ്യുന്നത് ഒരു ദേശീയ ബോധത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. ഇപ്പം ഇത്രയും പറഞ്ഞ പോലെ അതിനെ ഒന്ന് നിർവചിക്കാമോ? ഞാൻ പറഞ്ഞില്ല, ദേശീയ ബോധം എന്ന് പറയുന്നത് തന്നെ വലിയൊരു സർക്കിളാണ്. ആ വലിയ സർക്കിളിനകത്ത് ഈ ആൾക്കാരെ മുഴുവനും കൂടെ അതിനെയാണ് നമ്മൾ ഇന്ന് പറയുന്ന പൗരബോധം എന്ന് പറയുന്നത്. പൗരബോധം തന്നെ തടസ്സമായി നിൽക്കുന്ന കാലത്താണ് ഇന്ന് നമ്മൾ ഉള്ളത്. അതുകൊണ്ടാണ് ഭൗമബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും യുദ്ധം പോലെയുള്ള അനാവശ്യമായ പ്രവൃത്തികളിലും നമ്മൾ ഇന്നും ചെയ്യുന്നിടത്ത് നിലനിൽക്കുന്നത് ഈ ഭൗമബോധ രൂപീകരണം നടക്കാതിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത് ഒരേ സമയത്ത് ആദ്യകാലത്ത് നമ്മൾ ഒരു പ്രദേശത്തെ ജനതയാണെന്ന് പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ ഭൂമിയിലെ ഒരു സ്പീഷീസ് ആണെന്നും ഒരു ജനവിഭാഗമാണെന്നും പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ പ്രക്രിയ പഠിപ്പിച്ചേ പറ്റൂ. അത് നമ്മൾ അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഗവേണിംഗ് എന്ന് പറയുന്ന ക്രമീകരണത്തിന് വേണ്ടി മാത്രമുള്ള ഒന്നാണ് നമ്മൾ ഈ ഭരണം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമില്ല. അല്ലാതെ അതെന്തോ വലിയ സംഭവമായിട്ട് അല്ല കാണേണ്ടത്. ഇപ്പൊ നമ്മള് പഞ്ചായത്ത് ഉണ്ടാക്കുന്നതും വില്ലേജ് ഉണ്ടാക്കുന്നതും പഞ്ചായത്ത് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഉണ്ടാക്കുന്നതും സംസ്ഥാനം ഉണ്ടാക്കുന്നതും ഗവേണിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഡിവിഷൻ എന്നുള്ളത് കവിഞ്ഞ് ഐഡന്റിറ്റിക്ക് വേണ്ടി അല്ല എന്ന് തിരിച്ചറിയേണ്ടത്. അതാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് കൊല്ലംകാരനാണെന്ന് പറഞ്ഞ് വഴക്കിടാനല്ല അത്. ക്രമീകരണ സംവിധാനങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിയ അഡ്മിനിസ്ട്രേറ്റീവായ നീഡിന് വേണ്ടി ഉണ്ടാക്കിയ ഡിവിഷൻസ് മാത്രമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാതെ നമ്മുടെ
നമ്മുടെ ആത്മബോധം അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാനല്ലത്. ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മനുഷ്യനാണ്, അത് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണെന്നുള്ള ബോധരൂപീകരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന കൊച്ചു കൊച്ചു ഐഡന്റിറ്റികള് ക്രമീകരണ സൗകര്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന് അറിയേണ്ടതുണ്ട്. നമ്മള് ഇന്ന വാർഡിലെ മെമ്പറാണ് എന്ന് പറയുന്നത് ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തമ്മിൽ വഴക്കിടാനേ അത് പറയാനേ പെടത്തുള്ളൂ. തൊട്ടപ്പുറത്തുള്ള വാർഡിലെ മെമ്പറുമായിട്ട് അല്ലെങ്കിൽ അംഗങ്ങളുമായിട്ട് അടിയിടാനല്ലത്. അതിനാണ് ക്രമീകരണം. ഞാൻ പറഞ്ഞല്ലേ, ഭരണം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നത് ആളുകളെ കീഴ്പ്പെടുത്തുന്ന യുക്തി ഭരണത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. ക്രമീകരണത്തിന് വേണ്ടിയും സേവനത്തിന് വേണ്ടിയും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ്, ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്നത് അതൊരു ഐഡന്റിറ്റി പ്രശ്നമല്ല. ക്രമീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ മാത്രമാണ്. അടയാളപ്പെടുത്തുന്നതിനകത്ത് അഭിമാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിച്ചാൽ മാത്രം മതി. അല്ലാതെ 1ാം ക്ലാസ്സിലെ എ വിഭാഗത്തിനും ബി വിഭാഗവും തമ്മിൽ അടിയിട്ട് അടിച്ച് ജയിക്കേണ്ട ആവശ്യമുള്ളതല്ല. അത്രേ ഉള്ളു. ഒരു ക്ലാസ് റൂമിന്റെ പരിമിതി, വലിപ്പം 30 പേർക്ക് ഇരിക്കാൻ ഒക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഈ അനന്തമായ ഒരു ക്ലാസ് റൂം ഉണ്ടാക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ഡിവിഷൻ ഉണ്ടാക്കി, അല്ലാതെ ആ ഡിവിഷന് അതികവിഞ്ഞ് വേറെ അർത്ഥമൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നത് പോലെയാണ് രാജ്യസ്നേഹത്തിനെ തിരിച്ചറിയേണ്ടത്, പൗരബോധത്തിനെ തിരിച്ചറിയേണ്ടത്. അല്ലാതെ അന്യരെ വെറുക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റുന്ന വിഷയമല്ല. പഴയകാല ജാതി മതബോധങ്ങളെ എന്തുകൊണ്ട് നമ്മൾ അത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അന്യരെ വെറുക്കാൻ അത് പഠിപ്പിക്കുകയും നമ്മൾ അവരെക്കാളും ഉയർന്നവരാണെന്ന് അത് പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അത് ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഒറ്റ മതമേ ലോകത്തുള്ളെന്ന് വെച്ചോ, ഈ ചർച്ച നമുക്ക് ചെയ്യേണ്ടി വരത്തില്ല. മാത്രമേ നാരായണഗുരു അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ ശ്രമിച്ചത്. മനുഷ്യജാതിയാണ്, ഒറ്റ ദൈവമേ ഉള്ളു, ഒരു മതമേ ഉള്ളെന്നൊക്കെ പഠിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ഇങ്ങനെ കൺസീവ് ചെയ്തിട്ടാണ്. പക്ഷെ മതത്തിന്റെ കേന്ദ്രം ഇരിക്കുന്നത് നമ്മൾ സ്പെഷ്യൽ ആണെന്ന് പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ സ്വത്വബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല, നമ്മൾ സ്പെഷ്യൽ ആണെന്ന് തോന്നിപ്പിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് ജാതി മതങ്ങൾക്ക് അതീതമായി പൗരബോധം ഉണ്ടാകണമെന്നും പൗരബോധം തന്നെ ഭൗമബോധമായി മാറണമെന്ന് പറയുന്ന ലോകത്താണ് നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ നിന്ന് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാതെ ഈ വിശ്വാസങ്ങളെ ഒരുപോലെ കാണുന്നതാണ് അവസാനം എന്ന് തെറ്റിദ്ധരിക്കരുത്. വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യൽ ആണെന്ന് പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാന തെറ്റ് അതിനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നത്. ചോസൺ ഫ്യൂ എന്ന് പറയുന്ന ആശയത്തിൽ നിൽക്കും. അതുകൊണ്ടാണ് അതുവരെ നമ്മൾ ഇതിനെയെല്ലാം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള അറിവ് കൊണ്ടാണ് അംഗീകരിക്കുന്നത്, അല്ലാതെ അത് വളരെ ശരിയായതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എനിക്കറിയാം ഇത്രയും ചിലപ്പം ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റ് ആയിരിക്കും അതെന്ന്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം തുടർച്ചയായി നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരു MP പറയുകയുണ്ടായി, പ്രജകൾ എന്ന്. അതിനെതിരെ പലരും ശബ്ദമുയർത്തിയപ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിച്ചത് അത് സോഫ്റ്റ് ടച്ചുള്ള ഒരു വേർഡാണ്, പൗരൻ്റെ മറ്റൊരു വേർഡാണ് പ്രജ എന്നുള്ള രീതിയിലാണ്. ഈ പ്രജയും അതൊക്കെ വിഷയവിവരം ഇല്ലാതിരിക്കുന്ന വിദ്വാന്മാരെ എലക്ട് ചെയ്താൽ ഉണ്ടാകുന്ന എന്താ അത്യാഹിതമാണ്. കേരളത്തിലെ ഒരു അത്യാഹിതമാണ് അങ്ങേര് ജയിച്ചതൊക്കെ. അതുകൊണ്ട് പിന്നെ അയാൾ പറയുന്നതിനൊക്കെ ന്യായമൊക്കെ പറയാനോ അന്യായം പറയാനോ ഒന്നും ഞാനില്ല. അത് അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളുന്നു, അത്രയേ ഉള്ളൂ.